ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാത്രിയാണ് കേട്ടോ. പകലൊക്കെ തീരെ വയ്യായിരുന്നു, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ഇപ്പം മെല്ലെ ഏതായാലും ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഞാൻ ഹാളത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളുടെ ടിഫിൻ ബോക്സും എല്ലാം വന്നിട്ട് അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പണിയൊന്നും ചെയ്യാൻ തോന്നില്ല, വെറുതെ ഇരിക്കാൻ തോന്നുമല്ലോ, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സംഭവം അത് ഞാൻ അവിടെ എടുത്തിട്ട് പിന്നെ അവിടെ വെക്കാതെ അതും പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ മക്കൾ ചുടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അത് ഹാളിൽ കൊണ്ട് വെച്ചു. കുപ്പിയിൽ തീരുന്ന സമയത്ത് നമ്മളതിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കുറച്ച് വെള്ളം കൂടെ കുടിച്ചതിന് ശേഷം നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ലേറ്റായിട്ടൊരു സമാധാനവും സന്തോഷവും അതേ ഭാഗം കുറച്ച് നെർവസും ഒക്കെ ആയ ദിവസങ്ങളാണ്. ചിലരൊക്കെ നമുക്ക് ഒത്തിരി സപ്പോർട്ടൊക്കെ ഇപ്പോൾ തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മക്കളെയും വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതാക്കുക എന്ന് പറഞ്ഞത് അത്ര സിമ്പിളായിട്ടും അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഓരോ നല്ല വാക്കും സീരിയസ്ലി എനിക്ക് എൻ്റെ മനസ്സിന് ഒത്തിരി സമാധാനം തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ തലേ ദിവസത്തെ ഒരു 2-3 ദിവസത്തെ ഓർഡേഴ്സ് ഒന്നിച്ചാക്കിയിട്ടാണ് നമ്മൾ അയക്കുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് കൊറിയർ കൊണ്ടുവന്ന DTDC പയൻ്റെ കോണ്ടാക്റ്റ് എന്തോ ഇങ്ങനെ സംസാരിക്കാൻ തോന്നി. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അവർ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെടുത്തിട്ട് പോകും, വേണമെങ്കിൽ പാക്കും ചെയ്യും എന്നുള്ളത്. അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ അയക്കുന്നത്. അപ്പോൾ അതേ കത്തി കാണിച്ചാൽ തൊണ്ടയിലേക്കും ഇവിടെ എല്ലാവരും ഭീഷണി കൊടുത്ത കത്തി കാണിച്ചിട്ട് വന്നിട്ടുണ്ട്. അയ്യോ അയ്യോ, ഓരോരുത്തരുടെ അവസ്ഥകളും ഓരോരുത്തരുടെയൊക്കെയാണ് കുറച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ബോക്സ് പൊട്ടിക്കാനും വേണ്ടിയിട്ട് കത്തിയെടുത്തിട്ട് വന്നതാണ്. അപ്പോൾ റനക്കുട്ടീനെ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ, പിന്നെയാണ് ബോധം വന്നത്. അപ്പോൾ അതേ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലെ പുതിയ പ്രൊഡക്റ്റാണ്. പ്രൊഡക്ട്സ് ഈ സംഭവം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ നിങ്ങൾക്ക് റൂമിൽ ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സംഭവമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരേ സാധനം ഡിഫറെൻറ്റ് യൂസിന് ഉപയോഗിക്കാം. നമുക്ക് കിച്ചണിൽ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കുന്ന റൂമിൽ വെക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫൈബറൊക്കെ തൊടുമ്പോൾ സൂപ്പർബായിട്ടുണ്ട്. ഒരു റാക്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഷൂ റാക്കായിട്ട് യൂസ് ചെയ്യാം, ബുക്ക് ഷെൽഫായിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് അതേപോലെ കുട്ടികളുടെ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ ഈ എളുപ്പപ്പണി നോക്കാനും വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളിലായിരിക്കും കുട്ടികളുടെ പാൻറ്റീസ്, പിന്നെ ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്, പിന്നെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകളൊക്കെ. എന്നിട്ട് ജസ്റ്റ് അവരുടെ പേരും അതിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മളെ വന്ന് വിളിക്കൂല. അപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ അവർ തന്നെ അവർക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് ഇട്ടോളും. നമുക്ക് കുറേ പണി ലാഭം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഷെൽഫ് റാക്ക്. ഇത് വന്നിട്ട് നമുക്ക് അസംബിൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ബാക്കിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക, അതേപോലെ ഫ്രണ്ടിൽ ഈ സാധനം വലിച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയും ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ധാരാളം, 1 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് അസംബിൾ ചെയ്യാനും വേണ്ടിയിട്ട്. ഒരു 30 സെക്കൻഡിലൊക്കെ പെട്ടെന്ന് അസംബിൾ ചെയ്യാൻ പറ്റും. പൊതുവെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസംബിൾ ചെയ്യുന്നത് ഭയങ്കര ടഫസ്റ്റ് പാർട്ടായിട്ടില്ലേ. പക്ഷെ ഇത് അങ്ങനെയില്ല, അധികം വെയിറ്റും ഇല്ല. 6 ഷെൽഫാണ് ഇതിൽ വരുന്നത്, കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. സാധാരണ ഇതിൻ്റെ പ്രൈസും ഞാൻ ഇതിൽ തന്നെ മെൻഷൻ ചെയ്യാം. 1899 രൂപയാണ്. അത്യാവശ്യം നമ്മൾ ഇപ്പോൾ പുതിയ പ്രൊഡക്ട്സ് ഇറക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് കുറവായിട്ടാണ് കൊടുക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.
പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നല്ല വില കുറവിലാണ് കൊടുക്കുന്നത്. ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് അത്രയും അഷുറൻസ് തരാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു കളറ് നമ്മുടെ റൂമിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ മറ്റേ ആ ഒരു ഷെൽഫില്ലേ ചെസ്റ്റ് ഡ്രോയറിൻ്റെ ആ ഒരു സെയിം കളറാണ് കേട്ടോ. പിന്നെ ഇത് കളർ ഫെയ്ഡ് ആവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ വരില്ല. ഇതുപോലെയാണ് കേട്ടോ ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കത്തെ സംഭവം 2 സൈഡും ഇങ്ങനെ ക്ലിപ്പായി കഴിഞ്ഞാൽ അതങ്ങോട്ട് ഫിക്സ് ആവും. നമുക്കതുപോലെ ഇപ്പോൾ കിച്ചണിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഏതായാലും ഞാൻ 2 റൂമിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വിചാരിച്ച്. അതല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കിച്ചണിലേക്കും കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ മൾട്ടി യൂസാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുത്തോ കേട്ടോ. ഓർഡർ കൊടുത്തോ മീൻസ് ഓർഡർ തന്നോളൂ ഗൈസ്. പിന്നെ ഇതിൻ്റെ റാക്കിൻ്റെ ഈ ഒരു ഷെൽഫിൻ്റെ എണ്ണത്തിനനുസരിച്ച് പ്രൈസ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇതിൽ ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ് നമ്മൾ ഈ പറഞ്ഞത് 1899 എന്നുള്ളത്. ഇതുപോലെ 2 ആയിട്ടും 3 ആയിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 4, 5 ആയിട്ടൊക്കെ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ടോയ്സ് കാര്യങ്ങൾ, അതും ഒക്കെ വേണമെങ്കിൽ കിഡ്സ് റൂമിൽ വെക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക്, അത് ഒരുപാട് വെയിറ്റുള്ള സംഭവങ്ങളൊന്നും നമുക്ക് വെക്കണ്ട. കുട്ടികളുടെ ബുക്സ് എന്തെങ്കിലും റീഡ് ചെയ്യാൻ അങ്ങനെയുള്ള സാധനങ്ങൾ, അവരുടെ പെന്ന് പെൻസിലൊക്കെ വെക്കാനൊക്കെ പറ്റിയ സിംഗിളായിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡബിളായിട്ട് വെക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ആ റൂം ഒന്ന് ഭംഗിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4, 5 ഇങ്ങനെ അടുപ്പിച്ച് ഇതേപോലെ വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച സമയത്ത് കാണാൻ മൊത്തത്തിൽ റൂമിൻ്റെ ലുക്ക് തന്നെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം കുട്ടികളുടെ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ വെക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ കണ്ട സമയത്ത് ഞാനിങ്ങനെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ദൂരം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഒന്ന് ഫ്ലവർ ജസ്റ്റ് ഇതുപോലെ വെച്ച് നോക്കിയതാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് നമ്മുടെ റനക്കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. റനക്കുട്ടിയാണ് ഇതേ നമ്മുടെ ബൊഗെയിൻവില്ല ഇതുപോലെ പോയി പൊട്ടിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ഫ്ലവർ വേസിൽ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും വേണ്ടിയിട്ട്. റനക്കുട്ടിക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ റനക്കുട്ടിക്ക് ഇതിലേക്ക് വരാനും ബുദ്ധിമുട്ടാനും ഒന്നും ഇഷ്ടമല്ല. അവളുടെ ലോകത്ത് അങ്ങനെ ജീവിക്കട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. പിന്നെ നമ്മുടെ ഇച്ചു ബേബി കണ്ടപ്പോൾ തൊട്ടിട്ട് ഓരോ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഓരോന്ന് അടുക്കി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ടിട്ട് എന്താണെന്നുള്ളത് മനസ്സിലായോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിലൊക്കെ ഇടാൻ പറ്റിയ സ്ലിപ്പാവാത്ത നല്ലൊരു മാറ്റാണ്. അതായത് ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഒരു 4 കളേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ബാത്റൂമിലേക്ക് ഇടാനും വേണ്ടിയിട്ട് ഈ ഒരു ബേജ് ഷെയ്ഡിലുള്ളതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഒരു 200 പീസൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ. അപ്പോൾ വയസ്സായവരുള്ളത് എന്തിനാ അപ്പോൾ വയസ്സായവർ, ഞാൻ തന്നെ ഇതുപോലെ ഹെയ്സൂനെ പ്രസവിച്ചതിന് ശേഷം ആ പുതുക്കത്തിൽ പോയിട്ട് ബാത്റൂമിൽ നല്ല തലടിച്ച് വീണിട്ടുണ്ട്. ബാക്കിൽ കോക്കിക്സൊക്കെ കംപ്ലൈൻ്റ് ആണ്, മര്യാദയ്ക്ക് ഇരിക്കാനൊന്നും പറ്റൂല, വീണിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ പേടിയുള്ളവർക്ക് ഈ ഒരു സംഭവം വാങ്ങി ബാത്റൂമിലിടാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് 799 ആണ്. നല്ല അഫോർഡബിൾ പ്രൈസാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുത്തോ കേട്ടോ.